نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدِ الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اتقوا الله عباد الله ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം വരെ നരകശിക്ഷ ആസ്വദിച്ച് അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും സുഖസൗകര്യങ്ങളെക്കുറിച്ചും ആസ്വാദനങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ചെറിയ തെറ്റുകളെല്ലാം സംഭവിച്ചാലും അതിനൊക്കെ ശിക്ഷ ആസ്വദിച്ചതിന് ശേഷം തൗഹീദുണ്ടെങ്കിൽ അവസാനമെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന ധാരണ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. തൗഹീദുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. പക്ഷേ
അതിനു മുമ്പുള്ള ചെറിയ തിന്മകൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് അത് ചെറിയ കാലഘട്ടമാണെങ്കിലും ഒരിക്കലും ഒരാളെ കൊണ്ട് സഹിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകളെ കൊണ്ട് നരകം നാം നിറക്കുക തന്നെ ചെയ്യും. മറ്റൊരു ആയത്തിൽ കാണാം, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒരുപാട് പേരെ നാം നരകത്തിനേക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി അവരുടെ പ്രത്യേകത, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ പ്രത്യേകത, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് അല്ലാഹു ഹൃദയം കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവരത് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. സത്യസന്ധമായ കാര്യങ്ങൾ അവന്റെ തിരിച്ചറിവിലൂടെ മനസ്സിലാക്കാൻ സാധ്യമായിട്ടും ചിന്തിക്കാത്ത, മനസ്സിലാകാത്ത ആളുകൾ. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കണ്ണുണ്ട്, പക്ഷേ കാണേണ്ടത് കാണാത്തവരാണ്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. കാതുണ്ട്, പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ കേൾക്കാത്തവരാണ്. അവരെ പറ്റി പറഞ്ഞത് ഉലൈക കൽ അൻആമി ബൽഹും അളൽ. അവര് കന്നുകാലികളാണ്, അതിനേക്കാൾ അധംപതിച്ച ആളുകളാണ് അവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരാണ് അശ്രദ്ധയിൽ കഴിയുന്ന ആളുകൾ. ഇതാരെക്കുറിച്ചാ പറഞ്ഞതെന്നറിയോ? അല്ലാഹു ബുദ്ധി നൽകിയിട്ട് ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാത്ത, കണ്ണുകൊണ്ട് യഥാർത്ഥ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാത്ത, കാതുകൊണ്ട് യഥാർത്ഥ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ആളുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിറപ്പിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ ഇന്ധനമെന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ആ നരകത്തിന്റെ മേൽനോട്ടക്കാരായി അതിശക്തന്മാരായ മലായികത്തുകളുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും. അവരോട് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ അവർ ധിക്കരിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ അതേപടി ചെയ്യുന്ന ആളുകളാണ് മേൽനോട്ടക്കാരായ മലായികത്തുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. എന്താണ് സഹോദരങ്ങൾ നമ്മൾ ആ നരകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഹദീസിലൂടെ വിശദീകരിച്ചു തരുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഒരു ചെറിയ തിന്മ പോലും നമുക്ക് ചെയ്യാൻ തോന്നൂല. യുഅ്താ ബിജഹന്നമ യൗമഇദിൻ. അന്ന് നരകം കൊണ്ടുവരപ്പെടുന്ന ദിവസമുണ്ട്. ലഹാ 70,000 സിമാം. ആ നരകത്തിന് 70,000 കടിഞ്ഞാണുണ്ട്, പിടിക്കുന്ന കടിഞ്ഞാണുകളുണ്ട്. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹാ. ഓരോ കടിഞ്ഞാണിലും 70,000 വിതൽ മലക്കുകൾ വഹിച്ചുകൊണ്ടാണ് ആ ഭയാനകമായ നരകത്തെ നാളെ കൊണ്ടുവരിക. 70,000 കടിഞ്ഞാൺ.
അതിലോരോ കടിഞ്ഞാണിലും 70,000 വീതം മലക്കുകൾ വഹിച്ചു കൊണ്ടുവരുന്ന ആ നരകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മാത്രമല്ല, പ്രവാചകന്റെ സഹാബത്ത് അള്ളാന്റെ ഹബീബിനോടൊപ്പം ഒരിക്കൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സമിഅ വജ്ബ, ഒരു ശബ്ദമങ്ങ് കേട്ടു. വഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ തദറൂന മാ ഹാദാ, ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു, അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. പ്രവാചകൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു, ഹാദാ ഹജറുൻ റുമിയ ലഹു ഫിന്നാരി മുൻദു 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്കിട്ടൊരു കല്ല് ചെന്ന് ഭവിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. നമ്മൾ നാട്ടിലൊക്കെ ഒരു കിണറ്റിലേക്ക് നമ്മളൊരു കല്ലിട്ടാൽ വിത്തിൻ സെക്കൻഡ് അത് താഴേക്കെത്തും, വെള്ളത്തിലേക്ക് ചെന്ന് ഭവിക്കും. പക്ഷേ നരകത്തിലേക്കൊരു കല്ലിട്ടാൽ അത് താഴെ എത്തണമെങ്കിൽ 70 ഖരീഫ, 70,000 വർഷം, 70 വർഷത്തെ വഴി ദൂരം. നോക്കൂ നിങ്ങൾ, ആ നരകത്തിന്റെ ഭയാനകത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ പ്രവാചകൻ അങ്ങ് വിശദീകരിച്ചു കൊടുക്കുന്നു, മാ ബൈന മൻകിബയിൽ കാഫിറു ഫിന്നാരി മസീറത 3 അയ്യാമിൽ ലിറാകിബിൽ മസ്റഅ, നരകത്തിൽ ഒരു മനുഷ്യന്റെ ഒരു ചുമല് മുതൽ മറ്റൊരു ചുമല് വരെയുള്ള ദൂരമെന്ന് പറയുന്നത് മസീറത 3 അയ്യാം, 3 ദിവസം ഒരു നടയാത്രക്കാരൻ നടക്കുന്ന ദൂരമുണ്ട്. ഇവിടെ മുതൽ ഇവിടെ വരെ ഒരാളങ്ങ് ഇന്ന് യാത്ര ആരംഭിച്ചു. എവിടെ 3 ദിവസം കഴിഞ്ഞ് നിൽക്കുന്നത്? അത്ര ദൂരമുണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെ. അതുപോലെ തന്നെ നരകത്തിൽ ഒരു മനുഷ്യന്റെ പല്ലെന്ന് പറയുന്നത് ജബൽ ഉഹദ്, ഉഹദ് മലയുടെ അത്രത്തോളമുണ്ട്. അവന്റെ തൊലിയുടെ കട്ടി എന്ന് പറയുന്നത് 3 ദിവസത്തെ വഴി ദൂരമാണ്. ഇതൊക്കെ ആ നരകത്തിന്റെ ഭയാനകതയെ സൂചിപ്പിക്കാൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. എന്തിനാണെന്നറിയോ? ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോ ഒരു ചെറിയ തിന്മ പോലും നമുക്ക് ചെയ്യാൻ തോന്നൂല. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞല്ല, തൗഹീദ് ഉണ്ടെങ്കിൽ അവസാനം രക്ഷപ്പെടുമെന്ന്. പക്ഷെ അതിനു മുന്നേ ഒരാൾ തിന്മ ചെയ്തിട്ടുള്ള മനുഷ്യനാണെങ്കിൽ ചെറിയ തിന്മകൾക്ക് ശിക്ഷ ആസ്വദിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരകത്തിലേക്കാണ് പോവാനുള്ളത്. അവിടുത്തെ ചൂടിനെ കുറിച്ച് പറയുന്നുണ്ട്, നാറുക്കും ജുസ്അം മിൻ 70 ജുസ്അം മിൻ നാരി ജഹന്നം, ദുനിയാവിലെ തീയിനേക്കാൾ 60 70 ഇരട്ടി കാഠിന്യമുള്ള തീയാണ് നരകത്തിലെ തീ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ തണുപ്പ് കാലമാ, ചൂടുകാലമായുള്ള അവസ്ഥ. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിന്ന ആളുകൾക്ക് 48 50 ഡിഗ്രി ചൂട് വരുന്ന സമയത്ത്, ഹ്യൂമിഡിറ്റി ഈർപ്പം വരുന്ന സമയത്തുള്ള അവസ്ഥ മനസ്സിലാക്കാൻ പറ്റൂല്ലേ? എന്നാൽ ഈ ചൂടിന്റെ 60 70 ഇരട്ടി മടങ്ങുണ്ട് നരകത്തിലെ ചൂടെന്ന് പറയുന്നത്. മാത്രമല്ല, അവിടെ ഒരാൾ എത്തിപ്പെട്ടാൽ, നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് ആദ്യം പോവുകയാണെങ്കിലും, ടൂറ് പോവുകയാണ്, ഒരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോവുകയാണ്, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വേറെ സ്ഥലത്തേക്ക് പോയി, നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ? അവിടുത്തെ ക്ലൈമറ്റ്, കാലാവസ്ഥ എങ്ങനെയുണ്ട്, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ നരകത്തിലേക്ക് പ്രവേശിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇടതുപക്ഷക്കാരുടെ, തിന്മ ചെയ്ത ആളുകളുടെ അവസ്ഥ എന്തെന്നറിയുമോ? തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ് നരകത്തിലുള്ളത്. കരിമ്പുകയുടെ തണലാണ് അവന് ലഭിക്കുന്നത്. ലാ ബാരിദിൻ വലാ കരീം,
അവിടെ തണുപ്പുണ്ടാവുകയില്ല, ചൂട് തന്നെയായിരിക്കും. അതായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്ന കാലാവസ്ഥയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി നാം ചിന്തിക്കുന്നത് നമ്മുടെ വസ്ത്രത്തെ കുറിച്ചാണെങ്കിൽ അല്ലാഹു പറയുന്നു, ലഹും സിയാബും മിനന്നാർ, അഗ്നി കൊണ്ടുള്ള വസ്ത്രമായിരിക്കും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ആ വസ്ത്രമങ്ങ് അവർ ധരിക്കുമ്പോൾ അവരുടെ വയറും ചർമ്മവുമെല്ലാം ഒരുക്കപ്പെടുന്നതാണ്. എന്തിനാ സഹോദരങ്ങളെ അവിടെ ആശ്വാസമുള്ളത്? കാലാവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അവിടെ ആ മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രം, അത് ധരിച്ചാൽ വയറും ചർമ്മവുമൊക്കെ ഒരുക്കപ്പെടുന്ന വസ്ത്രമാണ്. ഇനി നമ്മൾ അടുത്തതായി ചിന്തിക്കുന്നത് ഭക്ഷണപാനീയത്തെ കുറിച്ചാ. നരകാഗ്നിയിൽ വെന്തൊരുകുന്ന, നരകശിക്ഷ അനുഭവിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തെ കുറിച്ചതാ ഖുർആൻ പറഞ്ഞു തരുന്നു. ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീഅ്, ളരീഇൽ നിന്നല്ലാതെ അവന് ഭക്ഷണമില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്, അത് വിശപ്പിന് ശമനമുണ്ടാവില്ല, അത് പോഷണം നൽകുകയുമില്ല. ളരീഅ്, അത് കഴിച്ചാൽ, അതിൽ നിന്ന് ഭക്ഷിച്ചാൽ വിശപ്പിന് ശമനമുണ്ടാവില്ല, പോഷണം നൽകൂല. അതുപോലെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ശജറത്തുസ് സഖൂം, തീർച്ചയായും സഖൂം വൃക്ഷമുണ്ടല്ലോ, തുആമുൽ അസീം, അത് പാപികളുടെ ആഹാരമാണ്. കൽ മുഹ്ലി യുഗ്ലി ഫിൽ ബുതൂൻ, ഉരുകിയ ലോഹം പോലെ വയറിൽ കിടന്ന് തിളച്ചുമറിയും സഖൂം വൃക്ഷം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു, ലൗ അന്ന ഖത്റതൻ മിൻ സഖൂം ഖതറത് ഫീ ദാരി ദുനിയ ലഅഫ്സദത് അലാ അഹ്ലി ദുനിയ മആയിശഉം, സഖൂം വൃക്ഷത്തിന്റെ ഒരു തുള്ളിയെങ്ങാനും ഭൂമിയിലേക്ക് വീണാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്കൊരിക്കലും അവിടെ താമസിക്കാൻ കഴിയൂല. അത്രത്തോളം കാഠിന്യമുള്ളതാണ് സഖൂം വൃക്ഷത്തിന്റെ തുള്ളി എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഫകൈഫ ബിമൻ തകൂന തുആമഹു, അതൊരാളുടെ ഭക്ഷണമായാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനിയത്തെ കുറിച്ച് പറയുന്നുണ്ട്, വയുസ്ഖാ മിൻ മാഇൻ സദീദ്, ചോരയും ജലവും കലർന്ന നീരായിരിക്കും അവർക്ക് കുടിക്കാൻ നൽകുക. യതജറഉഹു, അത് കീപ്പോട്ടിറക്കാൻ അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഫലാ യകാദു യുസീഹുഹു, അവന് കീഴ്പോട്ടിറക്കാൻ സാധ്യമാകുകയില്ല. വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും മരണമങ്ങ് കടന്നു വരും. വമാ ഹുവ ബിമയ്യിത്തിൻ, പക്ഷേ മരണപ്പെടുകയില്ല. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ മരണമോ ജീവിതമോ ഇല്ല, മരണതുല്യമായ ജീവിതമായിരിക്കും. അതായിരിക്കും ആ നരകത്തിലെ പാനീയമെന്ന് പറയുന്നത് സഹോദരങ്ങളെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തിന്മ സംഭവിച്ചു പോയാൽ അനുഭവിക്കാനുള്ള ശിക്ഷകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെയും അങ്ങനെ വിശദീകരിച്ചു തരിക. മാത്രമല്ല, ലഹാ സബ്അതു അബ്വാബിൻ, ആ നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഉം ജുസ്ഉം മഖ്സൂം, 7 കവാടത്തിലൂടെ നരകത്തിലേക്ക് പ്രവേശിക്കാൻ ആളുകൾ അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കവാടം ഏതെന്നറിയുമോ? വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ, ജഹന്നം എന്ന നരകത്തിലൂടെ അവർ പ്രവേശിക്കുന്നതാണ്. നരകത്തിന്റെ ഒരു കവാടത്തിന്റെ പേര് ജഹന്നമാണ്. രണ്ടാമത്തെ കവാടത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ബാബുൽ ഹുതമ, ഹുതമയാണ്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, തീർച്ചയായും മനുഷ്യർ നരകത്തിലേക്ക്, ഹുതമയിലേക്ക് എറിയപ്പെടുക തന്നെ ചെയ്യും. വമാ അദ്റാക മൽ ഹുതമ, ഹുതമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് താങ്കൾക്കറിയുമോ പ്രവാചകനെ?
നാറുല്ലാഹിൽ മൂഖദ, അത് ജ്വലിക്കപ്പെട്ട അഗ്നിയാണ്. അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന തീയാണ് ഹുത്തമ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കവാടത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ബാബു സഖറാണ്. സഉസ്ലീഹി സഖർ, സഖറിൽ കിടത്തി അല്ലാഹു ആളുകളെ എരിയിപ്പിച്ചു കളയും. വമാ അദ്റാക മാ സഖർ, പ്രവാചകരെ സഖർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ലാ തുബ്ഖി വലാ തദർ, അതൊന്നും ബാക്കിയാക്കുകയില്ല, വിട്ടേക്കുകയില്ല. ലവ്വാഹത്തുൽ ലിൽ ബശർ, മനുഷ്യന്റെ സുന്ദരമായ തൊലികളെ കരിച്ചു കളയുമാറ് കാഠിന്യമുള്ള തീയാണ് സഖർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കവാടത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ബാബുൽ ജഹീമാണ്. ഫഅമ്മാ മൻ തഗാ, ആരെങ്കിലും അതിരു കടന്നാൽ, വആസറൽ ഹയാത്തദ് ദുനിയ, ഇഹലോക ജീവിതത്തിന് പ്രാധാന്യം നൽകിയാൽ, ഫഇന്നൽ ജഹീമ ഇയൽ മഅ്വാ, അവന്റെ വാസസ്ഥലം അത് ജഹീമായിരിക്കും. ഓരോ ബാബിനെ കുറിച്ചും വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഖുർആൻ, ആ ബാബിലൂടെ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ബാബിനെ കുറിച്ച് പറയുന്നത് ബാബുൽ ലവാ, വേണ്ട കേട്ടോ, ഇന്നഹാ ലവാ, ലവാ എന്ന് പറയുന്നത് ആളിക്കത്തിക്കുന്ന നരകമാണ്. നസ്സാഅത്തൽ ലിശവാ, തലയുടെ തൊലിയുരിച്ച് കളയുന്ന കാഠിന്യമുള്ള തീയാണ് ലവയിലുള്ളത്. ആറാമത്തെ കവാടം ബാബു സഈർ, ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ, മനുഷ്യരിൽ ജിന്നുകളിൽ ഒരു കൂട്ടം സഈറിലേക്ക്, ഒരു കൂട്ടം സ്വർഗത്തിലേക്കും പ്രവേശിക്കും. സഈർ ആറാമത്തെ കവാടമായി പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റൊരു കവാടം, ഏഴാമത്തെ കവാടം ബാബുൽ ഹാവിയ, ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചൂടേറുന്ന അഗ്നിയാർന്ന നരകമാണ് ഹാവിയ എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ടത് നിങ്ങൾ കാണുമായിരുന്നുവെങ്കിൽ, ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളം നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. സഹാബത്ത് ചോദിച്ചു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, എന്താണ് താങ്കൾ കണ്ടത്? റഅയ്തു അൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗ്ഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്. ആ നരകത്തിലെ കാഴ്ചകൾ ഞാൻ കണ്ട പോലെ നിങ്ങളിൽ ആരെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ, ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ ധാരാളമായി കരയും. നമ്മൾ എപ്പോഴാണ് നമ്മുടെ റബ്ബിന് വേണ്ടി കരയാറുള്ളത്? ഈ നരക ശിക്ഷകളെ ഓർത്തുകൊണ്ട് നമ്മൾ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കാറുണ്ടോ? ഈ നരക ശിക്ഷകളെ ഭയന്നുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ? സദഖ നിർവഹിക്കാറുണ്ടോ? ജീവിതത്തിൽ നന്മകൾ ചെയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച കാര്യങ്ങൾക്കുമൊക്കെ എതിരാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അവൻ പോയി കിടക്കേണ്ട നരകത്തെക്കുറിച്ച വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ പ്രവാചകൻ വളരെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകശിക്ഷയിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകശിക്ഷയെക്കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകൻ ഹദീസിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ആർക്കാണ് ഈ നരകം അള്ളാഹു വിധിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി സൂറത്ത് യൂനുസിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, അതിൽ ആദ്യത്തെ ആളുകൾ എന്ന് പറയുന്നത് നമ്മളെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമില്ല. വറദൂ ബിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതം കൊണ്ട് സംതൃപ്തി അടഞ്ഞ ആളുകളാണ്. എൻ്റെ മക്കള് മതി, എൻ്റെ സമ്പത്ത് മതി, എനിക്ക് ദുനിയാവ് മതി. വറദൂ ബിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തെ മാത്രം ഇഷ്ടപ്പെടുന്നവർ. വത്മഅന്നു ബിഹ, അതിൽ സമാധാനം കണ്ടെത്തിയ ആളുകൾ. ആ ആളുകളെ കുറിച്ച് പറയുന്നത് ഉലൈക മഅ്വാഉന്നാർ,
അവരുടെ അഭയകേന്ദ്രം എന്ന് പറയുന്നത് നരകമാണ്. നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കണം. ഈ ദുനിയാവ് നശ്വരമാണ്, അനശ്വരമായ പരലോകം കടന്നു വരാനുണ്ട് എന്ന ചിന്ത നമുക്ക് വേണം. ആ ചിന്തയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എത്തിപ്പെടുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. ആ നരകശിക്ഷ ആസ്വദിക്കുന്ന സമയത്ത് അവരെ പറ്റി വല്ലാത്തൊരു വർത്തമാനം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ. അവരിങ്ങനെ ഉദ്ദേശിക്കും, ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ. വമാഹും ബിഖാരിജീന മിൻഹാ. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാൻ അവരെ കൊണ്ട് സാധ്യമാകുകയില്ല. നോക്കൂ, ഒരു ചെറിയ ശിക്ഷ പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയൂല. ഏറ്റവും ചെറിയ ശിക്ഷയെ പരിചയപ്പെടുത്തിയിട്ടില്ലേ? ലഹു നഅലാനി മിനന്നാർ. തീയിന്റെ 2 ചെരുപ്പുകൾ അണിയിപ്പിക്കും. യുഗ്ലി മിൻ ആ ദിമാഗുഹു. ആ ചെരുപ്പ് ധരിച്ചാൽ അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ശരീരത്തിലൂടെ കയറി നമ്മുടെ തലച്ചോറ് വരെ എത്തി തിളച്ചു മറിയുമാറ് ഉള്ള ശിക്ഷയാണ് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ള ശിക്ഷകളെ കുറിച്ച് സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഖാലിദീന ഫിആ, അതിൽ ശാശ്വതരാകാൻ നമ്മൾ കൊണ്ടുപാടില്ല. അവിടെ നേരത്തെ പറഞ്ഞ വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അവിടെയൊക്കെ രക്ഷപ്പെടാൻ സാധ്യമാകും. ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വൻ പാപം വന്നു കഴിഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആ സ്വർഗത്തെ അല്ലാഹു അവന്റെ പേരിൽ ഹറാമാക്കും. വമഅ്വാഉന്നാർ, അവന്റെ വാസസ്ഥലം നരകമായിരിക്കും. നോക്കൂ, ആ നരകം കാണാത്തവരായി ആരുമുണ്ടാവൂല. അവിടെ രക്ഷപ്പെടാൻ സാധ്യമാകുന്ന ആളുകൾ എന്ന് പറയുന്നത് വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. എല്ലാവരും നരകത്തെ കാണും. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, പിന്നെ ഏറ്റവും സൂക്ഷ്മത പാലിച്ച മുത്തഖിയായി നടന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, കുടുംബ മേഖലയിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാം റബ്ബിനെ തഖ്വയോടുകൂടി ഭയപ്പെട്ടുകൊണ്ട് നടന്ന മുത്തഖീങ്ങൾക്ക് മാത്രമേ അവിടെ രക്ഷപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, അവരുടെ ഒരു പ്രാർത്ഥനയായിട്ട് വല്ലദീന യഖൂലൂൻ, അവർ പറയുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ഇന്ന അദാബഹാ കാന ഗറാമ, അതിലെ ശിക്ഷ വിട്ടൊഴിയാത്തതാകുന്നു. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ എപ്പോഴും റബ്ബിനോട് നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞ് രക്ഷ ചോദിക്കും അത്രേ. അത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിയാന്മാരുടെ സവിശേഷതയാണ്. ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അള്ളാഹുവേ, ദുനിയാവിലും പരലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത് പ്രദാനം ചെയ്യണേ, നന്മ നൽകണേ. വഖിനാ അദാബന്നാർ, അവൻ അതിന്റെ അവസാനം പറയുന്നത് നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്നുള്ളതാണ്. അത്രയും ഭയാനകമായത് കൊണ്ടാ നമ്മളെ ഓരോ പ്രാർത്ഥനയിലും അത് ഉൾപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സഅലൽ ജന്നത സലാസ മർറാത്ത്, ഒരാൾ ഒരു ദിവസം സ്വർഗ്ഗത്തെ 3 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെ പറഞ്ഞാൽ മതി? അല്ലാഹുമ്മ അദ്ഖിൽനി ഇലൽ ജന്ന, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. 3 പ്രാവശ്യം പറഞ്ഞാൽ ഖാലത്തിൽ ജന്ന, സ്വർഗം പറയും അല്ലാഹുമ്മ അദ്ഖിൽ ഉൽ ജന്ന, അല്ലാഹുവേ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. നമുക്ക് പറയേണ്ടത് 3 പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അല്ലാഹുമ്മ അദ്ഖിൽനി ഇലൽ ജന്ന. അതുപോലെ തന്നെ വമൻ ഇസ്തജാറ മിനന്നാർ 3 മർറാത്ത്, നരകശിക്ഷയിൽ നിന്ന് ഒരാൾ 3 പ്രാവശ്യം റബ്ബിനോട് മോചനം ചോദിച്ചു. ഖാലത്തിന്നാർ, നരകം പറയും അല്ലാഹുമ്മ അജ്റു മിനന്നാർ, അല്ലാഹുവേ ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്ന് ആരെങ്കിലും അല്ല പറയുന്നത്, നരകം റബ്ബിനോട് ശുപാർശ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാനും
തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനും നമ്മളെ കൊണ്ട് സാധ്യമായെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരലോക മോക്ഷം കൈവരിക്കാൻ സാധ്യമാകും. നമ്മൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഖു അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ മാത്രമല്ല സ്വർഗത്തിലേക്ക് പോകേണ്ടത്, നമ്മൾ മാത്രമല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ കുടുംബക്കാർ എല്ലാവരും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ഓർഡർ ഖു അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷിക്കണം. വഖൂദുഹൻ നാസു കൽ ഹിജാറ, അവിടെ ഇന്ധനമായി തീരുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അതുകൊണ്ട് ഈ നരകത്തിന്റെ ഭയാനകത ഓർത്തുകൊണ്ടെങ്കിലും നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകളിൽ മുന്നേറുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശിക്ഷകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അറിയാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാം ചെയ്യുന്ന എല്ലാവിധ ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അള്ളാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين